നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ആണ്. നമ്മൾ ഓട്ടോ സൈക്കിൾ എന്താണെന്ന് പഠിച്ചു, അതിലെ ഓരോ പ്രോസസ്സുകൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ അതിലെ എഫിഷ്യൻസി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫിഷ്യൻസി എന്താണെന്ന് അറിയാൻ എഫിഷ്യൻസിക്ക് ഒരു ബേസിക് ഫോർമുല ഉള്ളൂ. ഇപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന വർക്കാണ് ഔട്ട്പുട്ട്. അതായത് നമുക്ക് ഈ പവർ സ്ട്രോക്കിൽ കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ വർക്കിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയാം. ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ്, ഈ ഹീറ്റ് അഡീഷൻ, അതായത് QH ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇത്ര ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഈ ഹീറ്റ് റിജക്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ QH മൈനസ് QR ആയിരിക്കും നമുക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വർക്ക് ഔട്ട്പുട്ടിനെ QH മൈനസ് QR എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇൻപുട്ട് ഈക്വൽ ടു QH തന്നെയാണ് നമുക്ക് ഇൻപുട്ട്. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 1 മൈനസ് QR ഡിവൈഡഡ് ബൈ QH എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അപ്പോ ഇതിലെ ഇപ്പോ ഇതൊരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പൊ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷനും ഇതിവിടെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആണ്. അപ്പൊ നമുക്ക് ഇത് ഐസോകോറിക് പ്രോസസ്സിലെ QR-ന്റെ വാല്യൂ ആയിട്ടൊന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എഫിഷ്യൻസിനെ ഇപ്പോ ഐസോകോറിക് പ്രോസസ്സിൽ Q, അതായത് നമുക്ക് ഹീറ്റ് ആഡ് ഓർ റിജക്റ്റഡിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ അതിനെ നമ്മൾ M ഇൻറ്റു കോൺസ്റ്റന്റ് വോളിയം ആയതുകൊണ്ട് അതിനെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുക്കുന്നു. അതായത് M ഇൻറ്റു C ഇൻറ്റു അതിലുണ്ടാവുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ΔT ആണ് നമുക്ക് ഹീറ്റ് ആഡ് ഓർ റിജക്റ്റഡ്. അപ്പോൾ നമുക്കത് കിട്ടാനായിട്ട് ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്, ഇപ്പോൾ നമ്മൾ നേരെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ തന്നെ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഈ QR-നെ നമുക്ക് എന്താ എഴുതാം, MCV ഇൻറ്റു Q റിജക്റ്റഡ്, അതായത് QR. ഇവിടുത്തെ ഓരോ സ്റ്റേറ്റിലും ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇപ്പൊ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ പ്രഷർ ആണ് P1, ടെമ്പറേച്ചർ T1, വോളിയം V1. ഓക്കെ, അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലും ഇവിടുത്തെ പ്രഷർ P2, ടെമ്പറേച്ചർ T2, ദെൻ വോളിയം V2. ഓക്കെ, അതുപോലെ ഓരോന്നിലും P3, T3, V3, അതുപോലെ P4, T4, V4. ഇവിടെയും സെയിം തന്നെയാണ്, T2, T2, V2. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് 4ഉം 1ഉം തമ്മിലാണ് Q റിജക്ഷൻ നടക്കുന്നത്. അപ്പൊ 4ലെ ടെമ്പറേച്ചർ T4, 1ലെ ടെമ്പറേച്ചർ T1. അപ്പൊ നമുക്ക് എഴുതാം T4 മൈനസ് T1. അപ്പൊ Q റിജക്ഷന്റെ വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ QH എന്താണെന്ന്. Q അഡീഷൻ നടക്കുന്നത് 2, 3 പ്രോസസ്സിനിടയിലാണ്. അപ്പൊ അവിടുത്തെ Q റിജക്ഷൻ ഏതാണെങ്കിൽ M ഇൻറ്റു C ഇൻറ്റു ഡെൽറ്റ തീറ്റ, അതായത് ഡെൽറ്റ T എന്ന് പറയുന്നത് T3 മൈനസ് T2. T3 മൈനസ് T2. ഓക്കെ, അപ്പൊ ഇത് MCV ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം ചെയ്യാണ്, T1-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് ഇവിടെ നിന്ന് T2-നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് അതിൽ കിട്ടും 1 മൈനസ് T1 പുറത്തേക്ക് എടുത്തു, T4 ഡിവൈഡഡ് ബൈ T1 മൈനസ് 1. അതേപോലെ തന്നെ ഇവിടുന്ന് T2-നെ പുറത്തേക്ക് എടുക്കുക. T2 പുറത്തേക്ക് എടുത്ത T3 ഡിവൈഡഡ് ബൈ T2 മൈനസ് 1. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഈ 1 ഇതിന് കോമൺ ആയിട്ടുള്ളതാണ്. ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 മൈനസ് ഈ വാല്യൂ ആണ്. ഓക്കെ,
അപ്പൊ നമുക്ക് ഈ T4/T1 ആൻഡ് T3/T2 ഒരു റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം അറിയാനുണ്ട്. ഇപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സിലെ ഒരു റിലേഷൻ നമുക്ക് എഴുതാം. അപ്പോ ആ റിലേഷൻ എങ്ങനെയാണ്? ഇപ്പോ T1/T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2/V1 raised to gamma minus 1 ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോ ഇതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന്. ഇപ്പൊ T1/T2, ഇപ്പൊ ഈ രണ്ട് സ്ഥലത്തെ ടെമ്പറേച്ചറിന്റെ, നമുക്ക് രണ്ട് ടെമ്പറേച്ചർ അറിയാം. ഏതെങ്കിലും ഒരു വോളിയം അറിയാന്നുണ്ടെങ്കിൽ മറ്റേ വോളിയം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ രണ്ട് വോളിയം അറിയാം, ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ അറിയാന്നുണ്ടെങ്കിൽ അൺനോൺ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ V2/V1 റിലേറ്റഡ് ആണ് ഇപ്പൊ T1/T2 എന്നുള്ള വാല്യൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. ഇപ്പൊ V2/V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം V2/V1. ഇപ്പൊ V2 തന്നെയാണ് നമുക്ക് ഈ V3യും. അപ്പൊ നമ്മൾ V2 ഈക്വൽ ടു V3 തന്നെയാണ്. നമ്മൾ 3 എന്ന് പറഞ്ഞ പോയിന്റിലും വോളിയം സെയിം തന്നെയാണ്. അടിയിലേക്ക് വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ V1 എന്ന് പറഞ്ഞ പോയിന്റിൽ അതേ വോളിയം തന്നെയാണ് V4 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, അപ്പൊ V2നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V3 ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ V1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V4 ആയിട്ട്. ഓക്കെ, അപ്പൊ V2/V1 എന്ന് പറഞ്ഞാൽ V3/V4 തന്നെയാണ്. അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ എഴുതി റേസ് ടു ഗാമ മൈനസ് 1. അപ്പോ ഇപ്പൊ ഇത് എങ്ങനെയാണോ എഴുതി അതുപോലെ തന്നെ V3 ആൻഡ് V4ന്റെ ടെമ്പറേച്ചർ റിലേഷൻ ഉണ്ടാവുമല്ലോ. V3/V4 റേസ് ടു ഗാമ മൈനസ് 1 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എഴുതാം, ഇത് ദിസ് ഈസ് ഈക്വൽ ടു T4/T3. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം കിട്ടി, ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോ T1/T2 ഈസ് ഈക്വൽ ടു T4/T3 ആണ്. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോ ഇപ്പോ ഈ T3 ഞാൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങളായിട്ടൊന്ന് നോക്കിയാൽ മതി. T3/T2 ഈസ് ഈക്വൽ ടു T4/T1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. റിലേഷൻ നോക്കിക്കോ. അപ്പോ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? T3/T2 എന്ന് പറയുന്നത് T4/T1 അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിൽ ഇരിക്കുന്ന വാല്യൂ ഈക്വൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നമുക്ക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T1/T2. ഓക്കെ, ഇപ്പൊ T1 എന്ന് പറയുന്നത് നോക്കുക, ഇപ്പോ എവിടുത്തെ ടെമ്പറേച്ചർ, ഹീറ്റ് റിജക്റ്റ് ആവുന്ന ആ ഭാഗത്തെ ടെമ്പറേച്ചർ ആയിരുന്നു T1, അതായത് 1 എന്ന് പറയുന്ന പോയിന്റിൽ T1. T2 എന്ന് പറയുന്നത് ഹീറ്റ് ആഡ് ആവുന്ന പോയിന്റിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ ആണ് T1. അപ്പൊ എഫിഷ്യൻസി നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു കംപ്രഷൻ റേഷ്യോന്റെ ടേംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു മിനിറ്റ്, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്തോളാം. അപ്പോ എഫിഷ്യൻസി നമുക്ക് മനസ്സിലായി, 1 മൈനസ് T1/T2. ഓക്കെ, അപ്പൊ നമുക്ക് കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു ഭാഗം എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ കംപ്രഷൻ റേഷ്യോ ഇപ്പോ R എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. R കംപ്രഷൻ റേഷ്യോ, R is equal to നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഓക്കെ, ടോട്ടൽ വോളിയം നമ്മൾ എടുക്കുന്നത് ഇതാണ് സിലിണ്ടറിന്റെ, ഇതിൽ V2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ് സിലിണ്ടറിന്റെ ക്ലിയറൻസ് വോളിയം.
അതായത് ക്ലിയറൻസ് വോളിയം. അതേപോലെ തന്നെ സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ഈ മൊത്തം നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ V1 എന്ന് പറയുന്ന ആ വോളിയാണ് സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം, അതായത് പിസ്റ്റൺ മൂവ് ചെയ്ത ബോട്ടം ഡെഡ് സെന്ററിൽ എത്തുമ്പോൾ ഉള്ള ആ കംപ്ലീറ്റ് വോളിയം സിലിണ്ടറിന്റെ അകത്തുള്ളത്. ഇത്രയും ഭാഗമാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ മാർക്ക് ചെയ്ത ക്ലിയറൻസ് വോളിയം V2 ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് V2. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ഭാഗത്തിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയാം. അതായത് V1 മൈനസ് V2 ഈ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ക്ലിയറൻസ് വോളിയം കുറച്ചതാണ് സ്വെപ്റ്റ് വോളിയം. ഓക്കെ, സ്വെപ്റ്റ് വോളിയം. ഇപ്പൊ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം നമുക്കറിയാം. ഇപ്പോ V1 ആണ് അതിന്റെ ടോട്ടൽ വോളിയം. ഓക്കെ, ഇപ്പൊ ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V2. ഇപ്പൊ ഈ ഫിഗറിലാണെങ്കിൽ V1 ബൈ V2 ആയിരിക്കും അതിന്റെ കംപ്രഷൻ റേഷ്യോ. നമ്മൾ ജനറലി കാണിക്കാം. ജനറലി എഴുതുന്നത് ഇപ്പോ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണ്. അതായത് ഈ വോളിയം പ്ലസ് പിന്നെ മേലത്തെ ഭാഗം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. നമ്മളങ്ങനെ VS ബൈ VC പ്ലസ് 1. ഇതാണ് കംപ്രഷൻ റേഷ്യോ കിട്ടാനുള്ള ആ റിലേഷൻ. പക്ഷെ നമ്മൾ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് V1 ബൈ V2 എന്നുള്ള വാല്യൂ എടുത്താൽ കംപ്രഷൻ റേഷ്യോ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ടേംസിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പൊ T1 ബൈ T2 അതിനെ നമ്മൾ പറഞ്ഞു T1 ബൈ T2നെ നമുക്ക് V2 ബൈ V1 റേസ് ടു ഗാമ മൈനസ് 1 എഴുതാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ V2 ബൈ V1 റേസ് ടു ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ V1 ബൈ V2 റേസ് ടു 1 മൈനസ് ഗാമ എന്ന് എഴുതാം. ഓക്കെ, ഈ V1 ബൈ V2നെയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയാം, ഈ R. അപ്പൊ അതിനെ നമുക്ക് എഴുതാം R റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലൊന്ന് കൊടുത്താൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T1 ബൈ T2 ആണ്. അപ്പൊ T1 ബൈ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R റേസ് ടു ഇത് രണ്ടും ഗാമയായി പോയിട്ട് ഇത് സ്മോൾ r ആണ്. സ്മോൾ r റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, അപ്പൊ ഗാമയുടെ വാല്യൂ 1.4 ആണ്. അപ്പൊ 1 മൈനസ് 1.4 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പൊ നമുക്ക് അതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1 എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല. നമുക്ക് കംപ്രഷൻ റേഷ്യോ മാത്രം അറിഞ്ഞാൽ മതി ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് കംപ്രഷൻ റേഷ്യോ നമുക്കൊരു 8 ആണ് തന്നെന്നുണ്ടെങ്കിൽ ആ എഞ്ചിന്റെ അതായത് ആ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1 അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു റിലേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്തത്.